21-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് അഭിമുഖീകരിച്ച ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള 2 വിഷയങ്ങളുണ്ട്. അതൊന്ന് ബ്രെക്സിറ്റാണ്. രണ്ടാമത്തത് സ്കോട്ട്ലൻഡ് ഒരു സ്വതന്ത്ര രാജ്യമായി മാറാനുള്ള റഫറൻഡമാണ്. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ട് എന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന മാനങ്ങളിലേക്ക് വളർന്നതാണ്. അതിൽ ബ്രെക്സിറ്റ് സാധ്യമായത് ഇംഗ്ലണ്ടിൻ്റെ അല്ലെങ്കിൽ UK-യുടെ പരമ്പരാഗതമായ ഐസൊലേഷനിസ്റ്റ് പോളിസിയുടെ ഒരു പ്രതിഫലനമായിരുന്നു. കാരണം ഈ യൂറോപ്പിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴും യൂറോപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നാണ് ഇംഗ്ലണ്ട്. യൂറോപ്പിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴും യൂറോപ്പിലുണ്ടാവുന്ന ശാക്തിക ബലാബലത്തിലെ ബാലൻസറാണ് ബ്രിട്ടൻ. ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ബ്രിട്ടനുണ്ട്. 1950-കളിലാണ് യൂറോപ്യൻ ഇൻ്റഗ്രേഷൻ മൂവ്മെൻ്റ് എന്ന രീതിയിൽ ഇന്നത്തെ യൂറോപ്യൻ യൂണിയനിലേക്ക് വളർന്ന ആ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അത് നിലവിൽ യൂറോപ്യൻ പാർലമെൻറ്റായി, അവർക്ക് കോമൺ യൂറോ എന്ന കറൻസിയായി, ഒരു പൊതുവായിട്ടുള്ള നിരവധി ഘടകങ്ങളുള്ള ഒരു രാജ്യം, ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന തലത്തിലേക്ക് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു വ്യതിരിക്ത സ്വത്വം നിലനിർത്തുക എന്ന വാദം ഇംഗ്ലണ്ടിൽ ശക്തിപ്പെടുകയും അത് കൺസർവേറ്റീവുകൾ വളരെ ശക്തമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അങ്ങനെയാണ് ബ്രെക്സിറ്റിൽ ഡേവിഡ് കാമറൂൺ യഥാർത്ഥത്തിൽ ബ്രെക്സിറ്റിൽ തുടരണം എന്ന അഭിപ്രായക്കാരനായിരുന്നു. പക്ഷേ വോട്ട് ബ്രെക്സിറ്റിന് അനുകൂലമായിട്ടാണ് വന്നത്. അത് പ്രധാനമായിട്ടും അതിൻ്റെ കാരണം അവിടെയുള്ള കുടിയേറ്റക്കാരുടെ പ്രശ്നമുണ്ട്, മധ്യവർഗത്തിന് ജോലി നഷ്ടപ്പെടുന്ന വിഷയം. മാത്രമല്ല, ഈ കുടിയേറ്റക്കാരിൽ മഹാഭൂരിപക്ഷവും സിറിയ, വെസ്റ്റ് ഏഷ്യൻ മേഖലയിൽ നിന്നുള്ള മുസ്ലിം അഭയാർത്ഥികളാണ്. ഇവർ ഇംഗ്ലണ്ടിൻ്റെ സ്വാഭാവികമായിട്ടുള്ള സംസ്കൃതിയെ തകർക്കുന്നു, നിരന്തരമായിട്ട് ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ക്രൈം റേറ്റ് കൂടുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് ഉയർത്തിയത്, അവിടുത്തെ തീവ്ര വലതുപക്ഷം ഉയർത്തിയത്. ആ വാദത്തെ സ്പിയർ ഹെഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത് കൺസർവേറ്റീവ് പാർട്ടിയാണ്. അതേസമയം ബ്രെക്സിറ്റ് സാധ്യമായി. പക്ഷേ ബ്രെക്സിറ്റ് എന്തുകൊണ്ട് വേണം എന്ന് അവർ മുന്നോട്ട് വെച്ച ഒരു ലക്ഷ്യവും അവർക്ക് നേടാൻ സാധിച്ചില്ല. കാരണം അവിടുത്തെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല, സാമ്പത്തിക സുസ്ഥിരത ഉണ്ടായിട്ടില്ല, സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അങ്ങനെ ഒരു പ്രശ്നത്തിനും അവർക്ക് പരിഹാരം കാണാൻ സാധിച്ചില്ല. ഇതോടൊപ്പമാണ് ഈ സ്കോട്ട്ലൻഡിലെ വിഷയം വരുന്നത്. യുണൈറ്റഡ് കിങ്ഡം എന്നത് 4 രാജ്യങ്ങൾ ചേർന്നതാണ്. യഥാർത്ഥത്തിൽ 4 രാജ്യങ്ങൾ എന്ന് പറയുന്നത് 4 യൂണിറ്റുകൾ ചേർന്ന ഒരു ഫെഡറേഷനാണത്. അതിൽ ഇംഗ്ലണ്ടുണ്ട്, വെയിൽസ് ഉണ്ട്, പിന്നെ സ്കോട്ട്ലൻഡ് ഉണ്ട്, നോർത്തേൺ അയർലൻഡ് ഉണ്ട്. അതിൽ ഈ സ്കോട്ട്ലൻഡ് എക്കാലത്തും വ്യതിരിക്തമായ സ്വത്വം നിലനിർത്തിയിട്ടുള്ള ഒരു രാജ്യമാണ്. അവർ ഈ ആംഗ്ലോ സാക്സൺ പിറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ജർമാനിക് ട്രൈബിൻ്റെ ഗണത്തിൽപ്പെട്ടവരുമല്ല. അവർ എത്നിക്കലി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജനതയാണ്. സ്കോട്ട്ലൻഡിൽ 57 സീറ്റുകളാണ് സ്കോട്ട്ലൻഡിന് പാർലമെൻറ്റിലുള്ളത്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 650 അംഗ ഇംഗ്ലീഷ് പാർലമെൻറ്റിൽ 57 അംഗങ്ങൾ. ഈ 57 മഹാഭൂരിപക്ഷവും സീറ്റുകളും ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയാണ്. ഈ സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയാണ് ഈ UK എന്ന് പറയുന്ന യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് സ്വാതന്ത്ര്യം പ്രാപിക്കണം, എന്നിട്ട് സ്കോട്ട്ലൻഡ് ഒരു സ്വതന്ത്ര രാജ്യമായി നിൽക്കണം എന്ന വാദം മുന്നോട്ട് വെച്ചത്. എന്നാൽ 2% ആ റഫറൻഡം പരാജയപ്പെടുന്നത്. 52% ആളുകൾ UK-യിൽ തുടരണമെന്നും 48% ആളുകൾ 48% ആളുകൾ തുടരണ്ട എന്നും പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ മാർജിനിലാണ് അന്ന് സ്കോട്ട്ലൻഡ് തുടർന്നത്. പക്ഷേ അത് തുടരുമ്പോഴും സ്കോട്ട്ലൻഡിലെ ഈ സ്കോട്ടിഷ് നാഷണൽ പാർട്ടി എന്ന പ്രാദേശിക സ്വത്വ പാർട്ടിക്കായിരുന്നു അവിടെ മഹാഭൂരിപക്ഷം. കഴിഞ്ഞ 2019 ഇലക്ഷനിൽ 48 സീറ്റാണ് അവർ നേടിയത്. പക്ഷേ ഈ 2024 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത ഈ സ്കോട്ടിഷ് നാഷണലിസം തകർന്നടിഞ്ഞു എന്നുള്ളതാണ്. അവർ മുഖ്യധാരയിൽ നിൽക്കുവാൻ തീരുമാനിച്ചു. 12 സീറ്റ് മാത്രമാണ് ഇതുവരെ കിട്ടിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 15 സീറ്റ്, 35-36 സീറ്റ് ആ മേഖലയിൽ ലേബർ പാർട്ടി നേടിക്കഴിഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ ഈ യുണൈറ്റഡ് കിങ്ഡം എന്ന രാഷ്ട്രീയ സ്വത്വത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വോട്ടാണ് സ്കോട്ട്ലൻഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് ഇംഗ്ലണ്ടിൻ്റെ അഖണ്ഡതയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു വോട്ടാണ്.
അത് തികച്ചും പുരോഗമനപരവുമാണ്, നമുക്ക് അഭിലഷണീയമായിട്ടുള്ള ഒരു റിസൾട്ടാണ്. ആ രാജ്യം പല കഷണങ്ങളായി വിഘടിച്ച് പോകുന്നത് ഒരിക്കലും വിശാലമായ അർത്ഥത്തിൽ നന്നാവില്ല. അതേസമയം സ്കോട്ട്ലൻഡ് സവിശേഷമായ അവരുടെ വ്യതിരിക്ത സ്വത്വം നിലനിർത്തുകയും വേണം എന്നുള്ളതും പ്രധാനമാണ്. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ റിഫോം പാർട്ടി, റിഫോം UK എന്ന പാർട്ടിയുടെ വരവ് യഥാർത്ഥത്തിൽ അവർ തീവ്ര വലതുപക്ഷ നിലപാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഒരു കുടിയേറ്റ വിരുദ്ധ നിലപാടാണ് കൺസർവേറ്റീവ് പാർട്ടി ശക്തമായി മുന്നോട്ട് വെച്ചതെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് മുസ്ലിം കുടിയേറ്റ വിരുദ്ധത എന്ന നിലപാടിലേക്ക് ഈ റിഫോം UK പാർട്ടി പോയി. അപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ക്രിസ്ത്യൻ സാംസ്കാരിക സ്വത്വം നിലനിർത്തണമെന്നുള്ളതാണ്. ക്രിസ്ത്യൻ സാംസ്കാരിക സ്വത്വം എന്ന് പറയുന്നത് ആംഗ്ലിക്കൻ, അവർക്ക് സ്വന്തമായ ക്രിസ്ത്യൻ ചർച്ചാണുള്ളത്. ആംഗ്ലിക്കൻ ചർച്ച് നാഷണൽ ക്രിസ്ത്യൻ ചർച്ചാണ്, അതായത് ഇംഗ്ലീഷുകാരുടെ ക്രിസ്തു സഭയാണ് അവരുടെ. അപ്പോൾ അത്രയും ഒരു നാഷണാലിസവുമായി, ഇംഗ്ലീഷ് നാഷണാലിസവുമായി അടുത്ത് നിൽക്കുന്ന ഒന്നാണ് ആംഗ്ലിക്കൻ ചർച്ച്. അപ്പോൾ ഈ ആംഗ്ലിക്കൻ ചർച്ച് മുന്നോട്ട് വയ്ക്കുന്ന ദേശീയ മതസ്വത്വത്തെ അതിശക്തമായി നിലനിർത്തണമെന്നും അതിന് വിരുദ്ധമായിട്ട് നിലപാടുകൾ എടുക്കുന്ന ആളുകളെ മുഴുവനും പുറത്താക്കണമെന്നൊക്കെ തീവ്രമായി വാദിക്കുന്ന വിഭാഗമാണ്. അപ്പം അവർക്ക് 14% വോട്ട് കിട്ടി എന്നത് വളരെ പ്രകടമായ കാര്യമാണ്. അതിൽ ഇപ്പോൾ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ 42.4% വോട്ടാണ് കൺസർവേറ്റീവ് പാർട്ടി കിട്ടിയത്. അത് ഏകദേശം 22.3% കുറഞ്ഞു. 20% സ്വിംഗ് ആണ് ഉണ്ടായത്. ഈ 20% സ്വിങ്ങിൽ 14% വോട്ട് നേടിയത് റിഫോം UK പാർട്ടിയാണ്. അപ്പോൾ ബാക്കി ഒരു 5% സ്വാഭാവികമായി വരുന്ന ഒരു സ്വിംഗ് ആണ്. അപ്പോൾ ഈ UK ഒരു മാസ്റ്റർ സ്പോയിലറായി മാറിയില്ലായിരുന്നുവെങ്കിൽ ഇവർ തമ്മിൽ ശക്തമായ ഒരു കൺസർവേറ്റീവ് ബ്ലോക്കും ശക്തമായ ഒരു ലേബർ ബ്ലോക്കും ഉണ്ടാവും. ലേബർ പാർട്ടിക്ക് വ്യക്തമായ ഒരു ഭൂരിപക്ഷം കിട്ടും എന്നുള്ള നിലയെ ഉണ്ടാകുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ തകർന്നടിഞ്ഞു. അത് 625 അംഗ പാർലമെൻറ്റിൽ 326 വോട്ടിൻ്റെ ഭൂരിപക്ഷം മതി. അത് 412 എത്തുമ്പോൾ ലേബർ പാർട്ടിക്ക് അവിടെ വലിയ ഭൂരിപക്ഷം ലഭിക്കുന്നു എന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഇത് പോസിറ്റീവായിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ ഈ 14% വോട്ട് എന്നത് തീർച്ചയായിട്ടും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ സംഭവിക്കാനുള്ള 2 സാധ്യതകൾ, ഈ റിഫോം പാർട്ടിയുടെ ആശയങ്ങൾ അപ്പടി കൺസർവേറ്റീവുകൾക്ക് എടുക്കേണ്ടവരും അവർക്ക് നഷ്ടപ്പെട്ട ഈ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാൻ. അപ്പോൾ കൂടുതൽ കൺസർവേറ്റീവായി കൂടുതൽ വലതുപക്ഷത്തേക്ക് കൺസർവേറ്റീവ് പാർട്ടിക്ക് നീങ്ങേണ്ടവരും എന്നുള്ള പ്രശ്നം ഇത് ഉണ്ടാക്കുന്നുണ്ട്.